കേരളത്തിൽ കഞ്ചാവിനെയും MDMA കാട്ടി കൊടൂരമായ ഒരു ലഹരി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ നാട്ടിലെ കൊച്ചു പിള്ളേർ മുതൽ മാതാപിതാക്കൾ വരെ ഇതിനടിമകളാണ്. നമ്മുടെ നാട്ടിലെ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന നെഗറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. ഒരു സാധാരണക്കാരൻ ഇത് കാണാൻ നേരത്ത് ഒരിക്കലും മനസ്സിലാക്കാത്ത കുറേ ആസ്പെക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. കാരണം അവർ പ്രൊമോട്ട് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന്. സോ നമുക്കെല്ലാം അറിയാം, കുറച്ച് തീ എടുത്തിട്ട് മണ്ണെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ആളി കത്തുമെന്ന്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. രണ്ട് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് അതിനകത്തുനിന്ന് അവർക്ക് എന്താണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളാണിത്. വേറൊന്നുമല്ല, ഞാൻ ഇത് കണക്കുള്ളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കാണാൻ നേരത്ത് എന്തൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇവരുടെ അജണ്ട എന്താണെന്നൊക്കെ എനിക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണക്കാരൻ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, 18 വയസ്സ് താഴെയുള്ള കൊച്ചു പിള്ളേർ വരെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. സോ കൊച്ചു പ്രായത്തിൽ നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും ഈ TV-യിലൊക്കെ കണ്ടിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നൊരു പ്രായമാണ്. സോ ഇങ്ങനെ ഇതിനകത്ത് കാണുന്ന പല കാര്യങ്ങളും കൊച്ചു പിള്ളേർ അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ അവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് വളരെ കൂടുതലാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ബിഗ് ബോസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്.